നമസ്കാരം. ഞാൻ ഡോക്ടർ സോഫിയ സലീം മാലിക്, പട്ടം SUT ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് പൾമണോളജിസ്റ്റ്. ഇപ്പം കറൻ്റ്ലി ഉള്ള കോവിഡ് സ്റ്റാറ്റസിനെ പറ്റി ഒരു ഷോർട്ട് ടോക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോഴത്തെ ഒരു കോവിഡ് ഔട്ട് ബ്രേക്ക് വളരെ നമ്മുടെ പഴയ ഒമിക്രോൺ വൈറസിൻ്റെ ഒരു പുതിയ വേരിയൻറ്റ്, നോർത്ത് ഇന്ത്യയിൽ ഉള്ള വേരിയൻറ്റും നമുക്ക് സൗത്ത് ഇന്ത്യയിൽ പോക്കറ്റ്സിൽ ഈ ഡിസീസ് വന്ന പോക്കറ്റ്സിൽ കാണുന്ന വേരിയൻറ്റും കുറച്ച് ഡിഫറെൻ്റ് ആണെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. എന്നാലും WHO ഇപ്പോഴത്തെ പുതിയ ഔട്ട് ബ്രേക്കിലെ വൈറസിനെ ഒരു വേരിയൻ്റ് ഓഫ് കൺസേൺ എന്ന് കണക്കാക്കിയിട്ടില്ല. എന്തെന്നാൽ ഈ ഇപ്പോഴത്തെ സ്ട്രെയിൻ കൊണ്ടുണ്ടാകുന്ന കോവിഡ് വളരെ മൈൽഡായിട്ടാണ് കാണുന്നത്. ഈ കോവിഡ് ബാധിക്കുന്ന 90% ഇൻഡിവിജ്വൽസിന് വളരെ മൈൽഡ് ഇൽനെസ് ആണ് വരുന്നത്. മൈൽഡ് ഇൽനെസ്സിൽ നമ്മൾ സാധാരണ കാണുന്ന സിംറ്റംസ് ചെറിയ തോതിൽ പനി, തൊണ്ടവേദന, ജനറലൈസ്ഡ് ബോഡി പെയിൻ, സോ ത്രോട്ട്, ഇതൊക്കെയാണ് നമുക്ക് സിംറ്റംസ് ആയി കാണുന്നത്. പഴയ കോവിഡ് എപ്പിഡമിക്കിൽ പാൻഡമിക് സീസണിൽ വന്നതുപോലെ നമുക്ക് ലോസ് ഓഫ് സ്മെല്ലും ടേസ്റ്റും അങ്ങനെയൊന്നും കാണുന്നില്ല. ഓക്സിജൻ്റെ അളവ്, ശ്വാസകോശത്തെ ബാധിച്ച് ഓക്സിജൻ്റെ അളവ് ഗണ്യമായി കുറയുന്ന കേസസ് നമ്മൾ കാണുന്നത് വളരെ കുറവാണ്. ഇത് പറഞ്ഞതുപോലെ 90% ഇൻഡിവിജ്വൽസിന് വളരെ മൈൽഡ് ഇൽനെസ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നതാണ് ഇപ്പോഴത്തെ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ഡിസീസിനെ തീരെ അവഗണിച്ചുകൂടാ. ഇത് ലോങ് ടേം ഇമ്പാക്റ്റ്, നമുക്ക് ഹെൽത്ത് ഇമ്പാക്ട്സ് നമുക്ക് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും പ്രിവെൻഷൻ സ്ട്രാറ്റജീസിലൂടെ പോകുന്നതായിരിക്കും നല്ലത്. നമ്മൾ കോവിഡ് പാൻഡമിക് സമയത്ത് നമ്മൾ പാലിച്ചിരുന്ന മാസ്കിങ്ങും ഹാൻഡ് വാഷിങ്ങും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഒക്കെ തിരിച്ച് അതുപോലെ എസ്പെഷ്യലി നമ്മൾ ക്രൗഡഡ് പ്ലേസസിലും പിന്നെ ഹോസ്പിറ്റൽസിലൊക്കെ വിസിറ്റ് പരമാവധി കുറയ്ക്കുക. അഥവാ ഹോസ്പിറ്റൽ വിസിറ്റ്സ് അനിവാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും മാസ്ക് ഉപയോഗിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക. ഇതെല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. നമ്മുടെ കോവിഡ് ഇപ്പം കോസ് ചെയ്യുന്ന മൈൽഡ് സിംറ്റംസ് ഒക്കെ ആണെങ്കിലും ഒരു വളരെ ചെറിയ ശതമാനം ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ആൾക്കാർക്ക് അത് സിവിയർ ആയിട്ട് വരുന്നതും, നമുക്ക് നമ്പർ ഓഫ് ഡെത്ത്സ് വളരെ കുറവാണെങ്കിലും കുറച്ച് മരണം സംഭവിക്കുന്നുണ്ട്. ഈ മരണം സംഭവിക്കുന്നവരുടെയൊക്കെ നമ്മൾ അവരുടെ ഡെമോഗ്രഫി നോക്കിയാൽ ഇവരെല്ലാം കുറച്ച് പ്രായമായ ഇൻഡിവിജ്വൽസ് ആണ്. 65 വയസ്സിന് മുകളിലുള്ളവരാണ് കൂടുതലും മരണപ്പെട്ടിരിക്കുന്നവർ. ഈ മരണം സംഭവിച്ചവർക്ക് കാർഡിയാക് ഡിസോർഡേഴ്സും പ്രീവിയസ് ലങ് ഡിസീസസും അൺകൺട്രോൾഡ് ആയിട്ട് ഇമ്മ്യൂണോ കോംപ്രമൈസ് ഇൻഡിവിജ്വൽസ് ആണ്. അൺകൺട്രോൾഡ് ഡയബറ്റീസും അങ്ങനെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ വ്യക്തികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനത്തെ ആൾക്കാരിൽ ഇപ്പം നമ്മുടെ വീട്ടിൽ പ്രായം കൂടിയ ഒരാൾക്ക് ബാക്കി എല്ലാവർക്കും കോവിഡ് പോസിറ്റീവായിട്ട് ഡിറ്റക്ട് ചെയ്ത് പ്രായമുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സിംറ്റംസ് ഉണ്ടെങ്കിൽ വൈദ്യസഹായം നേരത്തെ തേടുക. നമ്മൾക്കിപ്പം കോവിഡ് പോസിറ്റീവ് ആയിരുന്ന എല്ലാവർക്കും ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഈ പറഞ്ഞ രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഹോം ഐസൊലേഷൻ മാത്രം മതിയാകും. പിന്നെ നമ്മളുടെ പനി 100 ഡിഗ്രിയിൽ അധികം ഒരു 3 days പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിലോ, ചെസ്റ്റ് പെയിനോ, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്തോ, പിന്നെ അതുമല്ലെങ്കിൽ ഓക്സിജൻ സാച്ചുറേഷൻ 94-ൽ താഴുകയാണെങ്കിലോ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണേണ്ടതാണ്. പിന്നെ ഉള്ളത് നമ്മുടെ വാക്സിനേഷൻ. നമുക്ക് യൂഷ്വലി നമ്മുടെ ഫസ്റ്റ് പാൻഡമിക് വന്നപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 90% ഇൻഡിവിജ്വൽസ് വാക്സിനേറ്റഡ് ആയി. ആ വാക്സിനേഷനാണ് നമ്മൾക്കിപ്പോൾ ഈ ഒരു പ്രതിരോധം തരുന്നത്. നമുക്ക് ഇൻഫെക്ഷൻസ് വന്നാലും മൈൽഡായിട്ട് പോകുന്നത് നമ്മളുടെ ഇനിഷ്യൽ വാക്സിനേഷൻസിൻ്റെ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ കണക്കനുസരിച്ച് മോർ ദാൻ 90% ആൾക്കാർ വാക്സിനേറ്റഡ് ആണ് ഇന്ത്യയിൽ. പിന്നെ അത് ഫസ്റ്റ് 2 ഡോസസ്, ബൂസ്റ്റർ ഡോസസ് മോർ ദാൻ 60% ആൾക്കാർ ബൂസ്റ്റർ ഡോസും എടുത്തിട്ടുണ്ട്. വളരെ ചെറിയ തോതിൽ ഉള്ള വളരെ ചെറിയ സ്മോൾ നമ്പേഴ്സ് അൺവാക്സിനേറ്റഡ് ഇൻഡിവിജ്വൽസും ഉണ്ട്. ഈ അൺവാക്സിനേറ്റഡ് ഇൻഡിവിജ്വൽസിനാണ് കൂടുതൽ റിസ്ക്. ഇപ്പം നമ്മൾക്ക് 65 ഇയേഴ്സിനും എബവും അൺവാക്സിനേറ്റഡ് ഇൻഡിവിജ്വൽസും ഉണ്ടെങ്കിൽ ഈ സിംറ്റംസും ഉള്ള ഇൻഡിവിജ്വൽ ആണെങ്കിൽ കോവിഡ് പോസിറ്റീവ് ആണ് എന്ന് മനസ്സിലാക്കിയാൽ ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിന് എന്തായാലും ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ കണ്ട് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്.
പിന്നെ നമ്മളുടെ ഇത് ഈ എന്ത് നമുക്കൊരു കണ്ടേജിയസ് ഡിസീസ് വന്നാലും നമ്മൾക്ക് ആദ്യം നമ്മൾക്ക് പ്രിവെൻഷനാണ് ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾക്ക് ഉള്ള ഒരു കാര്യം. നമുക്ക് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ട്രീറ്റ്മെൻറ്റ് അല്ലേ. അപ്പം അതുകൊണ്ട് നമുക്ക് പ്രിവെൻഷൻ സ്ട്രാറ്റജീസ് എന്ന് വെച്ചാൽ ഹാൻഡ് മാസ്കിങ്ങും ഹാൻഡ് വാഷിങ്ങും മാസ്കിങ്ങും നമുക്ക് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങുമായിട്ടൊക്കെ സ്ട്രിക്റ്റായിട്ട് പാലിക്കുക. ടൈംലി നമുക്ക് ഫ്ലൂ വാക്സിനേഷൻസും പിന്നെ ന്യൂമോണിയ വാക്സിനേഷൻസും ഒക്കെ എടുക്കുക. നമ്മളുടെ മറ്റ് കണ്ടേജിയസ് ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നതിൽ നിന്നും അത് പ്രൊട്ടക്ഷൻ നൽകും. പിന്നെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പാലിക്കുക. ഇതെല്ലാം നമുക്ക് ഈ കോവിഡ് ക്രൈസിസ് നമുക്ക് അതിജീവിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമസ്കാരം.